അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കറിവേപ്പും ആര്യവേപ്പും ഈ രണ്ട് സംഭവം വേപ്പാണ്. അപ്പം ഒന്ന് കയ്പുള്ളതും ഒന്ന് നല്ല കറികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളുമാണ് ഇത് രണ്ടും. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു കാര്യമാണ് എന്നോട് വീഡിയോയിലൂടെ വേറൊരു വീഡിയോയിലൂടെ കമൻറ്റായിട്ട് ചോദിച്ചൊരു കാര്യം കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഒന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്, അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ഒന്ന് ഷെയറും കൂടെ ചെയ്യുക, പിന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആര്യവേപ്പും കറിവേപ്പും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വീടുകളിൽ എവിടെ നടന്നുകൊണ്ടുള്ള ഗുണം എന്നാണ്, നല്ലതാണോ? നമുക്ക് മിക്ക ചെടികളും നമ്മുടെ വീടിന് അതാത് സ്ഥാനങ്ങളിൽ നിൽക്കുവാണെങ്കിൽ വീടിന് നല്ല ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. നമുക്ക് അത് ചിലപ്പോൾ ഒരു ചെമ്പരത്തി ആയിരിക്കും, അത് നമ്മുടെ വീടിൻ്റെ ഒരു നല്ല സ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് നമ്മുടെ വീട്ടിലേക്കും കൂടെ കിട്ടും, നമ്മുടെ വീടിന് അതിൻ്റെതായ ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും എന്ന് പറയുന്നത് തന്നെ. ഈ കറിവേപ്പിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട്. വീട്ടിൽ വെക്കുന്ന കറിവേപ്പ് വീട്ടിൽ നഗരുന്നത് നല്ലതാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയണം, കറിവേപ്പ് നമ്മുടെ വീട്ടിൽ നല്ലപോലെ തഴച്ച് വളർന്ന് വരുവാണെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യമാണ്, വീട്ടിന് നല്ല ഐശ്വര്യമാണ്. ആ തഴച്ച് വളർന്ന് വരുന്ന കരിയാപ്പ് എന്നേലൊരു മുരടിപ്പോ എന്നതേലും ഒന്ന് വന്ന് ആ കരിയാപ്പ് ഒന്ന് പീറതല്ലേ പോലെ ആവുകയാണെങ്കിൽ അതുപോലെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഐശ്വര്യക്കുറവുകളും കാണാറുണ്ട്. എൻ്റെ അനുഭവം വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും അനുഭവമുള്ള കാര്യമാണ്. പിന്നെ കരിയാപ്പ് എല്ലാവരും ചോദിക്കാറുണ്ട് വീടിൻ്റെ എവിടെ നടാം. കരിയാപ്പ് വീടിൻ്റെ എവിടെ നടുന്നതിനും കുഴപ്പമൊന്നുമില്ല, പക്ഷെ സാധാരണ എല്ലാവരും കരിയാപ്പ് വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ നടാറില്ല, അതിന് പുറത്തായിട്ട് നടത്തുള്ളൂ. അതൊക്കെ പണ്ട് മുതലേ ആൾക്കാരൊക്കെ വിശ്വസിച്ച് വരുന്ന ഓരോരോ കാര്യങ്ങളാണ്. കരിയാപ്പ് നട്ടാൽ മരിച്ചു പോകുന്നു ഒക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ, നടന്ന ആൾ മരണപ്പെടും എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ കരിയാപ്പ് നടുന്ന ആൾ മരണപ്പെടുത്തൊന്നുമില്ല. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ്. അത് ഞാൻ ഇന്നാൾ പറഞ്ഞപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കരിയാപ്പ് നട്ടിട്ട് ഞങ്ങൾ വേറെ വീട് വെച്ചു, ആ ചെറിയ വീട് മാറ്റി വലിയൊരു വീട് വെച്ച്. ഞാനും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുമെന്നല്ല. കറിവേപ്പ് നമ്മൾ വീട്ടിലുള്ളവരാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് മാറി ഒന്ന് താമസിക്കുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആ വീട് തന്നെ നമ്മൾ മാറ്റി താമസിക്കുന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കുക. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. കാര്യം അത് ഞങ്ങൾ താമസിച്ചിട്ട് ഞങ്ങളുടെ വീട് ഉണ്ടായ സമയത്ത് ആ വീടിൻ്റെ മുറ്റത്ത് ഞാൻ എത്ര വെച്ചാലും നമുക്ക് പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് ഈ കറിവേപ്പ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ഇങ്ങനെയൊന്നും പിടിച്ച് കിട്ടുകയില്ല, കിട്ടിയാൽ നമുക്ക് ലക്കെന്ന് പറയാം. അപ്പം കറിവേപ്പ് അങ്ങനെ നല്ല ഒരു തൈ കൊണ്ടുവന്ന് കുറേ തൈകൾ നട്ടിട്ടൊന്നും ശരിയായിട്ട് ലാസ്റ്റ് ഒരെണ്ണം ഒരുവിധം ഒന്ന് പിടിച്ച് നല്ലപോലെയൊക്കെ നിലയൊക്കെ ഒന്നായി തളർത്ത് നല്ലതായിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി. ഒട്ടും തീരുമാനിക്കാതെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. ഞങ്ങളുടെ സ്വന്തം വീട് തന്നെയായിരുന്നു കേട്ടോ. പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. ആ വീട് വിൽക്കുകയൊന്നും ചെയ്തൊന്നുമല്ല, ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മാറണം, വേറൊരു വീട്ടിലേക്ക് എന്തെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ. അപ്പോൾ ഈ കറിവേപ്പ് എന്നോട് നട്ട് നല്ലപോലെ കിളുത്തു വന്ന്. അപ്പോൾ എന്നോട് അത് ഞങ്ങൾ മാറിക്കഴിഞ്ഞാണ് എന്നോട് ഒരാൾ ചോദിക്കുന്നത്, ഈ കറിവേപ്പ് നിങ്ങൾ നട്ടതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഞാൻ നട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു അങ്ങനെ നടാൻ പാടില്ല, വീട്ടിലുള്ളൊരു കറിവേപ്പ് നടാൻ പാടില്ല, വീട് വിട്ടിറങ്ങുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ചുമ്മാതായിരിക്കും, ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, ഒരു കരിവേപ്പ് നട്ടോണ്ട് വീട് വിട്ടിറങ്ങുമോ എന്നൊക്കെയുള്ള എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു ഈ കറിവേപ്പ് അവിടെ നല്ല രീതിക്കൊക്കെ വളർന്നു. ഞങ്ങൾ മാറി കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പ് അങ്ങ് പോയി കേട്ടോ. അതങ്ങ് വല്ലാതെ അങ്ങ് മുരടിച്ചു ഒക്കെ ഇതായിട്ട് ശ്രദ്ധിക്കുക, അതങ്ങ് പോയി. പിന്നെ ഞാനിത് ഞങ്ങളെ താമസിച്ച വീട് മേടിക്കാം എന്നുള്ളൊരു പ്ലാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ആ വീട് മേടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു പരീക്ഷണം പോലെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്നാലും ആ കരിയാപ്പ് വെച്ചിട്ടല്ലേ അവിടെ നിന്ന് മാറിയത്, എന്നാൽ ഇതും ഒന്ന് വെച്ച് നോക്കാം, സംഭവം സത്യമാണോ ഇല്ലോ നോക്കാമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഇതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, മറ്റേത് ഞാൻ അറിയാതാണ് വെച്ചത്, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വെച്ച്. ഞാനിവിടെ കരിയാപ്പ് വെച്ചു, അതിന് നല്ലപോലെ വളമൊക്കെ ഇട്ട് കൊടുത്തു. കറിവേപ്പ് ഞാൻ നട്ടത് തന്നെ നല്ലപോലെ താർത്ത് കിളുത്ത് കയറാൻ തുടങ്ങി. ആ കറിവേപ്പ് കിളുത്ത് കയറി ഞങ്ങളെ വീട്ടിലോട്ട് മാറിയിട്ട് എനിക്ക് വന്നത് 1 വർഷമായില്ല, 2-3 മാസമായുള്ളായിരുന്നു. 3 മാസമായപ്പോഴത്തേക്ക് ഞങ്ങളൊരു വീട് വെക്കുന്നതിനെ പറ്റി ഒരിക്കലും ഞങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്ന ഒരു കാര്യമേ അല്ല ഒരു വീട് വെക്കുക എന്നുള്ളത്. ഒരിക്കലും. കാര്യം എന്നാന്ന് വെച്ചാൽ അതിനുള്ള സാമ്പത്തികം ഒന്നും ഞങ്ങളുടെ കയ്യിൽ അന്നേരം ഇല്ല. കാര്യം നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഫണ്ട് എവിടെ നിന്നാന്നുള്ളത് കൂടെ നമ്മൾ തീരുമാനിച്ചിട്ട് വേണ്ട ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലാതെ ഞങ്ങളൊരു വീട് പണിയുന്നതിനെ പറ്റി ചിന്തിച്ചു. അത് ആദ്യം ഒന്ന് ഉഴപ്പിപ്പോയി, പിന്നെ അത് ഞങ്ങൾ വീണ്ടും ഒന്ന് ആലോചിച്ചു, വീണ്ടും അത് കറക്റ്റായിട്ട് ഇടുന്നു. പക്ഷേ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഈ കറിവേപ്പ് കിളുത്ത് കയറുന്ന അനുസരിച്ച് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് 7 മാസം കൊണ്ട് പെരയുടെ പണി തീർത്ത് ഈ വീട്ടിലോട്ട് ഞങ്ങൾ മാറി. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ കരിയാപ്പ് സ്വന്തമായിട്ട് വെക്കാനായിട്ട് ധൈര്യം വന്നില്ല കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് അനുഭവം കൂടെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക്, അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ അവിടുത്തെ അമ്മ ആ വീട്ടിൽ കറിവേപ്പ് നട്ടു വെച്ച് കഴിഞ്ഞ് അന്നേരം ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞു കറിവേപ്പ് ഇങ്ങനെ നട്ട് കഴിഞ്ഞ് നമ്മൾ വീട് മാറുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ആ വീട് അവരുടെ പഴയ വീടായിരുന്നു, അത് പൊളിച്ച് അവർ പുതിയ വീട് വെച്ചു, നല്ലൊരു വീട് വെച്ചു. അപ്പം അങ്ങനെ തന്നെ ആ വീട്ടിൽ നിന്ന് അവർ മാറി
പിന്നെ വേറെ വീട് വെക്കേണ്ടി വന്നില്ലേ. അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെ വീട് നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുന്നല്ല ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് അങ്ങനെ സംഭവിക്കും. ചിലരുടെ വീട് മാറി വേറെ എവിടെയെങ്കിലും ജോലിക്കോ അങ്ങനെ എന്നതെങ്കിലുമൊക്കെ പോകുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്താണ് എൻ്റെ അനുഭവത്തിലൂടെ ആ ഒരു കാര്യം സത്യമായിരുന്നു കേട്ടോ. അല്ലാതെ എനിക്ക് അത് നെഗറ്റീവായിട്ട് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പൂത്ത് കഴിഞ്ഞാൽ ദോഷമുണ്ടെന്ന് എല്ലാവരൊക്കെ ചോദിക്കുക. പൂത്ത് കഴിഞ്ഞാൽ ദോഷമൊന്നുമില്ല. പക്ഷേ പൂത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കറിവേപ്പ് അങ്ങ് പോകും. ഈ പൂക്കുന്നതിന് മുമ്പ് ഈ കറിവേപ്പ് നല്ലപോലെ നമ്മളെപ്പോഴും കറിവേപ്പിൽ എടുക്കുമ്പോൾ ഒടിച്ചു വിടണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒടിച്ചു വിട്ട് കറിവേപ്പ് നല്ലപോലെ കിളുത്ത് വരുന്ന അനുസരിച്ച് തന്നെ നമ്മുടെ വീടിന് നല്ല ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമായിട്ട് കറിവേപ്പ് നല്ലപോലെ ആർത്ത് ചുമ്മാ കിളുത്ത് നിന്നിട്ട് കാര്യമില്ല. നല്ല വൃത്തിക്ക് നല്ല അത് കാണുവാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. തളിർത്ത് നല്ലതായിട്ട് കിളുത്ത് നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു കറിവേപ്പ് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കിളുത്ത് തുടങ്ങി നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് കറിവേപ്പ് കിളിർത്ത് വരുന്നത് നല്ല ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. വീടിന് നല്ല ഐശ്വര്യമാണ് കറിവേപ്പ് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത്. പിന്നെ എല്ലാ ദിക്കിലും നടുന്നുണ്ട് കറിവേപ്പ്, ഇല്ലെന്നല്ല. പിന്നെ പെരയോട് ചേർത്ത് നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വീട്ടിൽ എന്നതാണേലും ഉണ്ടല്ലോ, നമ്മുടെ വീടിന് ചുറ്റും ഒരു ചെറിയൊരു മതിൽ പോലെ കെട്ടി നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറത്ത് നമ്മൾ നടുന്നതാണ് ഏറ്റവും നല്ലത്. വെച്ചാൽ വലിയ മതിലല്ല കേട്ടോ, നമ്മൾ വീടൊന്ന് ഇങ്ങനെ പറമ്പ് ഇതായിട്ട് കിടക്കുമ്പോഴത്തേക്ക് വീടൊന്ന് കെട്ടിത്തിരിക്കും ചിലർ. അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. ആ വീടിരിക്കുന്ന അത്രയും ഇങ്ങനെ പറമ്പും വീടും കൂടെ ആയിട്ട് ഒറ്റ ഇതായിട്ട് കിടക്കരുതെന്ന് പറയുന്നേക്കാം. ആ പറമ്പും വീടുമായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ച് ഒരു ചെറിയൊരു കെട്ടാണെങ്കിലും കെട്ടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കെട്ടിന് വെളിയിൽ നമ്മൾ എന്നാ ചെയ്താലും അതൊന്നും ഈ വീടിനെ ബാധിക്കത്തില്ല. അത് എന്നാ ചെടികൾ നട്ടാലും എന്നാ മരങ്ങൾ നട്ടാലും അതൊന്നും നമ്മുടെ ഈ വീടിനെ ബാധിക്കത്തില്ല. ആ കെട്ടിനകത്ത് നമ്മൾ എന്നേലും നട്ടാൽ നമ്മുടെ വീടിനെ ബാധിക്കും. അതിപ്പോൾ ഒരു പ്ലാവാണേലും മാവാണേലും എന്നല്ല നമ്മൾ വീടിൻ്റെ മുറ്റത്ത് നട്ടാൽ അത് നല്ല ദിശയിലാണ് നമ്മൾ നട്ട് വെക്കുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ഐശ്വര്യമാണ്. സർവ്വവിധ ഐശ്വര്യങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാകും. അതൊരു പോസിറ്റീവാണ് നമുക്കുണ്ടാകുന്നത്. പിന്നെ എന്നോട് ചോദിച്ചത് വേപ്പിൻ്റെ കാര്യമാണ്. ആര്യവേപ്പ് നല്ല ഇതാണ്, ഏറ്റവും നല്ല ഇതാണ് നമുക്ക് വീട്ടിൽ നടുന്നതിന്. അതിൻ്റെ ആ ഒരു കാറ്റ് നമ്മളിലേക്ക് അടിച്ചാൽ തന്നെ നമ്മുടെ അസുഖങ്ങൾ മാറുമെന്നാണ് പറഞ്ഞത്. ആര്യവേപ്പ് നമുക്ക് നടുന്നത് നല്ലതാണ്. ആര്യവേപ്പ് നമ്മുടെ വീടിൻ്റെ ഏത് ദിക്ക് വേണേലും നമുക്ക് നടാം, ദോഷമൊന്നുമില്ല. ആര്യവേപ്പ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നടുന്നത് വീട്ടിലുള്ളവർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളാണ്. നല്ലൊരിതാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ആര്യവേപ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മറ്റേ ഈ ദുഷ്ടാത്മാക്കളുടെ ശല്യങ്ങൾ ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരിതാണ്. അതുപോലെ തന്നെ ആര്യവേപ്പ് നമ്മൾ നടുന്ന് അതും ഇതുപോലെ നല്ലപോലെ തളർത്ത് കിളിർത്ത് വരണം. അല്ലാതെ വാടി കരിഞ്ഞൊക്കെ പോകുന്നത് ദോഷം തന്നെയാണ്. അതുപോലെ തന്നെ കറിവേപ്പാണേലും ആര്യവേപ്പാണേലും നടുന്നത് നമ്മളത് ഉണങ്ങിപ്പോകാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പറിച്ചേച്ച് വേറെ നമ്മൾ നട്ടു വെക്കുക. അത് ഉണങ്ങി മുഴുവനും അവിടെ നിന്ന് അങ്ങ് ഒടിഞ്ഞൊടിഞ്ഞങ്ങനെ പോകാനായിട്ട് നമ്മൾ നിൽക്കരുത്. അത് നശിച്ച് പോകുന്നു എന്ന് നമുക്ക് തോന്നിയാൽ അത് പറിച്ച് കളഞ്ഞേക്കാം. പറിച്ച് കളഞ്ഞേച്ച് അവിടെ വേറെ തൈകൾ നമ്മൾ നട്ടു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആര്യവേപ്പ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ പറഞ്ഞില്ലേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നട്ടാൽ വീട്ടിലുള്ള അംഗങ്ങൾക്കെല്ലാം നല്ല ഒരു ഐശ്വര്യമാണ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കിട്ടുന്നത്. സർവ്വത ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് പറയുന്നത്. ആര്യവേപ്പ് എവിടെ വേണമെങ്കിലും നടാം, വീടിൻ്റെ ഫ്രണ്ടിലോ സൈഡിലോ എവിടെ വേണമെങ്കിലും നടാം. പക്ഷേ ഈ ഒരു ദിക്ക് നടുന്നത് ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ആര്യവേപ്പിൻ്റെ ആണെങ്കിലും കറിവേപ്പിൻ്റെ ആണെങ്കിലും എല്ലാം പറഞ്ഞേക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടായിരിക്കും, ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.